അറിയാമോ? ശിവഭക്തനും വേദപണ്ഡിതനും ആയിരുന്നു കാളകാട്ട് നമ്പൂതിരി. എന്നാൽ ഒരു സന്താനഭാഗ്യം തിരുമേനിക്ക് ഉണ്ടായിരുന്നില്ല. ഈ വിഷമത്തിനായി തിരുമേനി കയറിയിറങ്ങാത്ത മഹാക്ഷേത്രങ്ങൾ ഇല്ല. ഒരു ദിവസം ശിവൻ പാർവതി സമേതം വള്ളുവന്റെയും വള്ളുവത്തിയുടെയും വേഷം ധരിച്ച് കാട്ടിലൂടെ കളിച്ചും വേട്ടയാടിയും നടന്നു. ഇതിനിടയിൽ പാർവതി ഗർഭം ധരിച്ചു. കരിമ്പൂരാടവും കർത്തവാവും ഒന്നിച്ചു വന്ന കർക്കിടമാസത്തിലെ ഒരു 3-ാം നാളിൽ ദേവി പ്രസവിച്ചു. കറുത്ത ശരീരമായാണ് കുട്ടി പിറന്നത്. എന്നാൽ കുട്ടിക്ക് ദിവ്യത്വമുള്ളത് ശിവനും പാർവതിയും മനസ്സിലാക്കി. ഭൂമിയിൽ ജനിച്ചതിനാൽ കുഞ്ഞിനെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, കാട്ടിൽ ഉപേക്ഷിക്കാനും കഴിയില്ല. കുട്ടിയെ പാലൂട്ടി വളർത്തണമെന്ന് പാർവതി ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിന് പരിഹാരമായി ശിവൻ ഒരു വഴി കണ്ടു. തന്റെ ഭക്തനായ കാളകാട്ട് തിരുമേനിക്ക് കുട്ടികളില്ല, കുട്ടിയെ നമ്പൂതിരിക്ക് നൽകാമെന്ന് തീരുമാനിക്കുന്നു. അവിടെ സുഖസമൃദ്ധിയിലിവൻ ഓമനയായി വളരുന്നതു നമുക്ക് കൈലാസത്തിരുന്നു കാണാമെന്നും പറഞ്ഞത് കേട്ട് ദേവി പിടിവാശി ഉപേക്ഷിച്ച് അതിന് തയ്യാറായി. പിറ്റേന്ന് രാവിലെ കാളക്കാട്ടുമനയിലെ മുറ്റം തൂത്തുവാരുകയായിരുന്ന സ്ത്രീ പടിപ്പുരയിൽ കണ്ടത് വിങ്ങിപ്പൊട്ടിക്കരയുന്നു.